ഏതൊക്കെയാണ് കാർഡിയാക് പോയിസൻ്റെ കുറച്ച് എക്സാമ്പിൾസ്? അക്കോണൈറ്റ്, നിക്കോട്ടിന്, ഒലിയാണ്ടർ. അതിൻ്റെ അകത്ത് തന്നെ വൈറ്റ് ഒലിയാണ്ടർ ഉണ്ട്, പിങ്ക് ഒലിയാണ്ടർ ഉണ്ട്. പിങ്ക് ഒലിയാണ്ടറിനെ വൈറ്റ് ഒലിയാണ്ടർ എന്നും പറയും. ഡിജിറ്റാലിസ, ഡാബൂർ, ഒഡോളം. അതർ നെയിംസ് ഓഫ് അക്കോണൈറ്റ്: മോങ്സ് ഹൂഡ്, വൂൾഫ് ബാനെ, മിതാബിഷ്, ബ്ലൂ റോക്കറ്റ്, സോൾജിയസ് കാപ്പ്. Why it is called monk's hood? The flowers of the aconite plant resembles the helmet. Hence it is known as a monk's hood. What does aconite refers to? Aconite refers to the root of the aconitum plant. ഈ അക്കോണൈറ്റ് റെഫേർഡ് എന്ന് പറഞ്ഞാൽ, അക്കോണൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ അക്കോണിറ്റം പ്ലാന്റിൻ്റെ റൂട്ടിനെയാണ് അക്കോണൈറ്റ് എന്ന് പറയുന്നത്. മോങ്സ് ഹൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അക്കോണൈറ്റ് പ്ലാന്റ് ഒരു കാണാനിരിക്കുന്നത് ഒരു ഹെൽമറ്റ് പോലെയാണ്, അതുകൊണ്ടാണ് മോങ്സ് ഹൂഡ് എന്ന് പറയുന്നത്. നെയിം ദ 2 പോയിസണസ് സ്പീഷീസ് ഓഫ് അക്കോണൈറ്റ്: അക്കോണറ്റം ഫെറോക്സും അക്കോണിറ്റം നാപ്പലസും. അക്കോണിറ്റം ഫെറോക്സും അക്കോണിറ്റംസും നാപ്പലസുമാണ് 2 സ്പീഷീസ് ഓഫ് അക്കോണൈറ്റ് എന്ന് പറയുന്നത്. അക്കോണിറ്റം ഫെറോക്സും അക്കോണിറ്റം നാപ്പലസും. അക്കോണൈറ്റിൻ്റെ ഏത് പാർട്ടാണ് പോയിസണസ്? എല്ലാ പാർട്ടും പോയിസണസ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ റൂട്ടാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത്. ഹൗ ഡസ് ദ അക്കോണൈറ്റ് ലുക്ക് ലൈക്ക്? എങ്ങനെയാണ് അക്കോണൈറ്റ് കാണാനിരിക്കുന്നത്? ഇതൊരു കോൺ ഷേപ്പിൽ അല്ലെങ്കിൽ ടേപ്പറിംഗ് ആണ്. ഏകദേശം 5 to 10 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഡാർക്ക് ബ്രൗൺ ഇൻ കളറാണ് വെളിയിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണലി. പക്ഷേ ഇതിനൊരു വളരെ മധുരമുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഒരു മണവും ഒന്നും കാണത്തില്ല. ഓക്കെ. വിച്ച് റൂട്ട് ഡസ് അക്കോണൈറ്റ് റൂട്ട് റിസംബിൾ? അക്കോണൈറ്റിൻ്റെ ഏത് റൂട്ടാണ് നമ്മുടെ ഈ ഹോഴ്സ് റാഡിഷിൻ്റെ റൂട്ട് പോലിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അക്കോണൈറ്റും ഹോഴ്സ് റാഡിഷ് റൂട്ടും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അക്കോണൈറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഷേപ്പ്ഡ്, പക്ഷേ ഹോഴ്സ് റാഡിഷ് അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല. അക്കോണൈറ്റ് റൂട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വൈറ്റിഷ് ഒരു വെള്ള സർഫസ് ആയിരിക്കും. അത് പിന്നീട് റെഡിലേക്ക് മാറും സ്ലോലി. എന്താണെന്ന് ചോദിച്ചാൽ ഹോഴ്സ് റാഡിഷ് റിമെയിൻസ് വൈറ്റ്. അക്കോണൈറ്റ് റൂട്ട് ഒരു ടിംഗ്ലിംഗ് ആൻഡ് നംബിനെസ് ഓഫ് ടങ്, വേറസ് ഹോഴ്സ് റാഡിഷ് ഈസ് പഞ്ചൻ ടു ടേസ്റ്റ്. സോ അക്കോണൈറ്റ് എന്ന് പറയുന്നത് മുറിക്കുമ്പോഴത് വൈറ്റിഷ് സർഫസ് വിച്ച് ടേൺസ്, അത് പയ്യെ ചുമന്ന കളറാവും. ഹോഴ്സ് റാഡിഷ് എപ്പോഴും വൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ. അതുപോലെ തന്നെ അക്കോണൈറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാക്കിനുമൊക്കെ ഒരു പരുപരപ്പോ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, എൻ്റെ ഒരു നെർവസ് പ്രോബ്ലം കാണും. ഹോഴ്സ് റാഡിഷ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത പഞ്ചൻ്റ് ടേസ്റ്റാണ്. നമ്മൾ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ് അക്കോണൈറ്റിൻ്റെ അകത്ത്? അക്കോണിറ്റിൻ, ഹൈപ്പോ അക്കോണിറ്റിൻ, മീസോ അക്കോണിറ്റിൻ. ഹൈപ്പോ അക്കോണിറ്റിൻ, മീസോ അക്കോണിറ്റിൻ എന്നാണ് പറയുന്നത്. എന്താണ് അക്കോണൈറ്റിൻ്റെ യൂസ്? സ്റ്റിമുലൻ്റാണ്. ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഏലിമെൻ ബൈ ക്വാറ്റ്സ്, ഗൗട്ട്, ന്യൂറാൾജിയ. ടിഞ്ചർ ഓഫ് അക്കോണൈറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുമാണ് കേട്ടോ. പനിയൊക്കെ കുറയ്ക്കാനും നമ്മുടെ അക്കോണൈറ്റ് കൊണ്ട് സാധിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് അക്കോണൈറ്റ് ടോക്സിസിറ്റി? എസ്പെഷ്യലി നമ്മുടെ നാക്കിലും നമ്മുടെ വായിലും ത്രോട്ടിലുമൊക്കെ ഒരു നംബിനെസ് ഫീല്, ഛർദി, ഓക്കാനം, ഒരുപാട് വായിൽ നിന്ന് വെള്ളം പോവുക, സലൈവേഷൻ, അതുപോലെ അപസ്മാരം, മസിൽ വീക്ക്നെസ്, BP കുറയുന്നു, ഹാർട്ടിൻ്റെ റേറ്റിൻ്റെ പ്രശ്നങ്ങൾ ഫുള്ളുണ്ടാകുന്നു, AV ബ്ലോക്കിലേക്കും പോവാം. ഹിപ്പസ് അക്കോണൈറ്റ് ഹിപ്പസ്. എന്താണ് ഒഫ്താൽമിക്? കണ്ണിൻ്റെ എന്താണ് മാറ്റങ്ങൾ അക്കോണൈറ്റ് ടോക്സിസിറ്റി കൊണ്ടുവന്ന്? ഹിപ്പസ് എന്ന് പറയും. എന്താണെന്ന് ചോദിച്ചാൽ ഒരു കണ്ണ് ആൾട്ടർനേറ്റഡ് ഡയലേറ്റ് ചെയ്യും, പിന്നെ കൺസ്ട്രക്റ്റ് ചെയ്യും, എന്നിട്ട് അവസാനം ഇത് സസ്റ്റെയിൻഡ് ഡയലറ്റേഷൻ ഇൻ ലേറ്റർ സ്റ്റേജ്. എങ്ങനെയാണ് നമുക്ക് അക്കോണൈറ്റ് ടോക്സിസിറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ഡീകണ്ടാമിനേഷൻ, ലാവാജ്. പിന്നെ കാർഡിയാക് മോണിറ്ററിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻറ്റി അരിത്തമിക് ഡ്രഗ്സ് കൊടുക്കാം. അപസ്മാരത്തിന് ഡയസപ്പാം കൊടുക്കാം. അതുപോലെ തന്നെ മെറ്റബോളിക് അസിഡോസിസ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഹൈപ്പോകലീമിയ, പൊട്ടാസ്യം കുറയുന്നത് ട്രീറ്റ് ചെയ്യണം. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്. വാട്ട് ഈസ് ദ ഫോറൻസിക് സിഗ്നിഫിക്കൻസ് ഓഫ് അക്കോണൈറ്റ്? ഒരു ഐഡിയൽ ഹോമിസൈഡൽ പോയിസണിങ് ആണ്. നമുക്ക് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ വളരെ
വളരെ നല്ല ഒരു സാധനമാണെന്നാണ് പറയപ്പെടുന്നത് ഫോറൻസിക് സിഗ്നിഫിക്കൻസിൻ്റെ അകത്ത്. ചില സമയങ്ങളിൽ ആക്സിഡൻ്റ് ആയിട്ടോ സൂയിസൈഡായിട്ടൊക്കെ ഈ പോയിസൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അബോഷൻ, ആരോ പോയിസൺ, കാറ്റിൽ പോയിസൺ, നമ്മൾ ഈ കാളകളെയും ഒക്കെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമെന്നാണ് അക്കോണൈറ്റ് പറയുന്നത്. എങ്ങനെയാണ് മരണം സംഭവിക്കുക അക്കോണൈറ്റ് കൊണ്ട് ചോദിച്ചാൽ ഡ്യൂ ടു ഷോക്ക് ആൻഡ് സിങ്കോപ്പി എന്ന് പറയാം. ഷോക്ക് ഉണ്ടാവും, സിങ്കോപ്പിലേക്കൊക്കെ നമ്മുടെ അക്കോണൈറ്റിൻ്റെ കാഴ്ച. അതുപോലെ തന്നെ റെസ്പിറേറ്ററി പാരാലിസിസ്, ശ്വാസകോശത്തിൻ്റെ പ്രശ്നങ്ങൾ, മൊത്തത്തിലങ്ങ് പാരാലിസിസ് ഉണ്ടാക്കും. എന്താണ് വൈറ്റ് ഒലിയാൻഡറിൻ്റെ സയൻറ്റിഫിക് നെയിം? സെർബ്ര തെവേഷ്യ എന്നാണ് വൈറ്റ് ഒലിയാൻഡറിൻ്റെ സയൻറ്റിഫിക് നെയിം. എന്താണ് ആക്റ്റീവ് പ്രിൻസിപ്പിൾ? യെല്ലോ ഒലിയാൻഡറിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ്? ഇതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെർബ്രിൻ, തവട്ടിൻ, തവട്ടോക്സിൻ, നെറിഫോളിൻ. സെർബ്രിൻ, തവട്ടിൻ, തവട്ടോക്സിൻ, നെറിഫോളിൻ. എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് യെല്ലോ ഒലിയാൻഡറിൻ്റെ? എസ്പെഷ്യലി നമ്മുടെ വായിലും ഒക്കെ നമ്പിനെസ്സും ഒക്കെ ഫീൽ ചെയ്യും. വല്ലാത്ത ഒരു വേദനയായിരിക്കും നമ്മുടെ വായിലും. അതുപോലെ തന്നെ ഒക്കെ തലകറക്കം, ഗിഡിനെസ്, പ്യൂപ്പിളൊക്കെ ഡയലേറ്റ് വികസിച്ചിരിക്കും. മസിൽസിൻ്റെ പവർ അങ്ങ് ലോസാവും. പൾസ് വീക്കാവും, റെഗുലറായിരിക്കും. ഹാർട്ട് റേറ്റിന് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, അതുപോലെ തന്നെ ബ്ലോക്കിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് മാനേജ്മെൻറ്റ് യെല്ലോ ഒലിയാൻഡറിൻ്റെ? വയറ് കഴുകൽ, സ്റ്റൊമക്ക് വാഷ്, അട്രോപ്പിന്, സിംറ്റമാറ്റിക്. അതുപോലെ തന്നെ എന്താണ് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ് യെല്ലോ ഒലിയാൻഡറിൻ്റെ? പ്രത്യേകിച്ചൊന്നും ഇല്ല ഉള്ളത് പറഞ്ഞാൽ, നമുക്കിതിൻ്റെ സീഡുകൾ വയറ് തൂത്തി തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ സബ്എൻഡോകാർഡിയൽ എക്കൈമോസിസ്. അതുപോലെ തന്നെ എല്ലാ ഓർഗൻസിനും ഒരു കഞ്ചഷൻ, നീര് വെച്ചിരിക്കും. ഓക്കെ, വെള്ളം കെട്ടിക്കിടും, ബ്ലഡ് കൺജസ്റ്റഡ് ആയിരിക്കും. മെഡിക്കൽ ലീഗൽ സിഗ്നിഫിക്കൻസ് എന്താണ് ഒലിയാൻഡറിൻ്റെ? വളരെ ആക്സിഡൻ്റൽ പോയിസണിങ്, അബോഷൻ, കാറ്റിൽ പോയിസണായിട്ടൊക്കെ ചെയ്യാം. സയൻറ്റിഫിക് നെയിം ഓഫ് പിങ്ക് ഒലിയാൻഡറിൻ്റെ പേരെന്താണ്? നേരിയം ഒഡോറം. മറ്റേത് യെല്ലോ ഒലിയാൻഡറിൻ്റെ സെർബ്ര തെവേഷ്യ. ഇതെന്ന് പറയുന്നത് നേരിയം ഒഡോറം എന്നാണ് പറയുന്നത്. ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് പിങ്ക് ഒലിയാൻഡർ എന്ന് പറയുന്നത് നെരിൻ, ഒലിയാൻഡ്രിൻ, കാരാബിൻ, നെരിയോൺഡ്രിൻ. എന്താണ് മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് പിങ്ക് ഒലിയാൻഡറിൻ്റെ? എസ്പെഷ്യലി നമ്മളെ ഈ സൂയിസൈഡ് ബൈ വില്ലേജേഴ്സ്, സൂയിസൈഡ് ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ അബോഷന് വേണ്ടി, ലവ് ഫിൽറ്റർ, ആക്സിഡൻ്റൽ കാറ്റിൽ പോയിസൺ എന്നൊക്കെ പറയാം. ഏത് ഫ്രൂട്ടാണ് സെർബ്രോഡോളം ഫ്രൂട്ട് റിസംബിൾ ചെയ്തിരിക്കുന്നത്? നമ്മുടെ മാംഗോ. ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ് സെർബ്ര ഒഡോളത്തിൻ്റെ? സെർബ്രിൻ, ഗ്ലൈക്കോസൈഡ്, സെർബ്രോസൈഡ്, ആൽക്കോലൈഡ്, സെർബ്രിൻ, ഗ്ലൈക്കോസൈഡ്, സെർബ്രോസൈഡ്, ആൽക്കലോയിഡ്. എന്താണ് സെർബ്ര ഒഡാളത്തിൻ്റെ ടോക്സിസിറ്റി? വിഷം എങ്ങനെയാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? ഛർദി, ഹാർട്ട് റേറ്റ് പടപടപടപട, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഹാർട്ട് അവസാനം ബ്ലോക്ക് ആവും, കാർഡിയാക് ഫെയിലർ ഒക്കെ ഉണ്ടാവാം. എങ്ങനെയാണ് നമ്മൾ സെർബ്ര ഒഡാളത്തിൻ്റെ ടോക്സിസിറ്റിയെ മാനേജ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഡീകണ്ടാമിനേഷൻ തന്നെയാണ്. ECG മോണിറ്റർ ചെയ്യണം. ആൻറ്റി അരിത്തമിക് ഡ്രഗ്സ് കൊടുക്കണം, ജനറൽ മെഷേഴ്സ്. എന്താണ് ഫോക്സ് ഗ്ലോവ്? ഡിജിറ്റാലിസ് പർപ്യൂറേനെയാണ് ഫോക്സ് ഗ്ലോവ് എന്ന് പറയുന്നത്. എന്താണ് ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഡിജിറ്റാലിസ്? ഡിജോക്സിൻ. എങ്ങനെയാണ് നമുക്ക് ഡിജിറ്റാലിസ് പോയിസണിങ് ട്രീറ്റ് ചെയ്യുന്നത്? ബൈ സ്പെസിഫിക് ആൻറ്റിബോഡി ഫ്രാഗ്മെൻ്റ് ആണ് കൊടുക്കുക. എന്താണ് ടൊബാക്കോൻ്റെ ബൊട്ടാനിക്കൽ നെയിം? നിക്കോട്ടിയാന ടബാക്കമാണ് നമ്മുടെ പുകവലിയിലുള്ള സാധനമാണ്. എന്താണ് ആക്റ്റീവ് പ്രിൻസിപ്പിൾ ടൊബാക്കോയിൽ? നിക്കോട്ടിൻ, ആൽക്കലോയിഡ്, നോർനിക്കോട്ടിൻ, അനബാസിൻ. എന്താണ് ടൊബാക്കോൻ്റെ യൂസസ്? സ്റ്റിമുലൻ്റ് ആണ്, നമ്മുടെ സെൻട്രൽ നെർവസിന് സ്റ്റിമുലൻ്റ് ആണ്. ഇൻഹലേഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിഗാറ്, ഇൻസഫലേഷൻ, സ്നഫിങ്, ചൂയിങ്. ഹൗ ഡസ് ടൊബാക്കോ ആക്ട്? എങ്ങനെയാണ് ടൊബാക്കോ ആക്ട് ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞാൽ നിക്കോട്ടിനിങ് റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അസറ്റേക്കോളൈൻ,
മറ്റ് ഓട്ടോണോമിക് ഗാംഗ്ലിയാൻ, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൽ, സ്പൈനൽ കോഡിൽ, ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ, ലിംബിക് സിസ്റ്റത്തിലൊക്കെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ അങ്ങോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. റെറ്റിക്കുലർ ആക്ടിവേറ്റി സിസ്റ്റത്തിനെ ഒക്കെ അഫക്റ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ മെമ്മറി, അറ്റൻഷൻ ഒക്കെ ഹയർ ഡോസസിൽ, അതുപോലെ തന്നെ കൈകാലുകൾ, വിറയൽ, ട്രമേഴ്സ്, കൺവൾഷൻസ്, വേഗൽ സെൻറ്റേഴ്സിൻ്റെ മെഡില്ലേൻ്റെയോ വോമിറ്റിങ്, അസിഡിറ്റി, ഡയറിയ, ഛർദി, ഡയറിയ, വിറളക്കൊക്കെ ഉണ്ടാകും. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ടൊബാക്കോ ടോക്സിസിറ്റി. അക്യൂട്ട് പോയ്സണിങ്ങിൽ ഒരു വിത്തിൻ 1 hour ഛർദി, ഹാർട്ട് റേറ്റ് കൂടുന്നു, ബി പി കുറയുന്നു, തലവേദന, തലകറക്കം, കൈകാലുകൾ വിറയൽ, 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വയറിളക്കം, ഹാർട്ട് റേറ്റ് കുറയുന്നു, ഷോക്കിലേക്ക് പോകുന്നു, ഹൈപ്പോ വെന്റിലേഷൻ, ക്ഷീണം, മസിൽ വീക്ക്നെസ്, പാരാലിസിസ്, കോമ. എന്താണ് ടൊബാക്കോ ഹാർട്ട് എന്ന് പറയുന്നത്? ഒരു ഹാബിച്വൽ സ്മോക്കേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറഗുലാരിറ്റി, എക്സ്ട്രാ സിസ്റ്റോൾ, ഒക്കേഷണൽ അറ്റാക്ക് ഓഫ് ആൻജീന പെക്ടോറിസ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ആൻജീന പെക്ടോറിസും ഇറഗുലാരിറ്റി, എക്സ്ട്രാ സിസ്റ്റോളും ഒക്കെ ഉണ്ടാകുന്നതിനെയാണ് ടൊബാക്കോ ഹാർട്ട് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രോണിക് പോയിസൺ അഡിക്ഷൻ. തീർച്ചയായിട്ടും ലങ്സിന് ക്യാൻസർ ഉണ്ടാകാം, മൗത്തിൽ ക്യാൻസർ ഉണ്ടാകാം, സ്റ്റൊമക്ക് ക്യാൻസർ ഉണ്ടാകാം, എംഫൈസീമ, ശ്വാസം മുട്ടിൻ്റെ, ബ്രോങ്കൈറ്റിസ്, ആസ്തുമ, കൊറോണറി ആർട്ടറി ഡിസീസ്, സ്ട്രോക്ക്, സിറ്റ്സ്, സഡൻ ഇൻഫൻറ്റ് ഡെത്ത്, ഗ്രോത്ത് റിട്ടാർഡേഷൻ, അബോർഷൻ ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ നിക്കോട്ടിനിക് വിത്ഡ്രോവൽ സിൻഡ്രോം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. 4 to 8 hours ഓഫ് ദി ലാസ്റ്റ് സിഗരറ്റ് ഇൻ ക്രോണിക് സ്മോക്കേഴ്സ്. എന്താ ചോദിച്ചാലും മൂഡ് ചേഞ്ച് ഉണ്ടാകുന്നു, ഉറക്കം പോകുന്നു, ഇൻസോമിനിയ, ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ്നെസ് ആകുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുകയില്ല, ഹാർട്ട് റേറ്റ് വളരെ കുറയുന്നു, വെയിറ്റ് കൂടുന്നു, അതുപോലെ തന്നെ വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല, വളരെയേറെ സിഗരറ്റിനോട് അല്ലെങ്കിൽ നിക്കോട്ടിനോട് ഭയങ്കര ബന്ധം. അതുപോലെ തന്നെ എങ്ങനെയാണ് ടൊബാക്കോ പോയിസൺ ട്രീറ്റ് ചെയ്യുന്നത്? നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, നിക്കോട്ടിനിക് ഗമ്മ്, പോലാക്രിലക്സ്, നിക്കോട്ടിൻ ട്രാൻസ്ഡെർമൽ പാച്ചസ് ഉണ്ട്, നിക്കോട്ടോഡേം, നിക്കോട്ടിൻ സ്പ്രേ. അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടും ബിഹേവിയറൽ തെറാപ്പി. ഫേറ്റൽ ഡോസ് എന്താണ് നിക്കോട്ടിൻ്റെ? 40 to 60 gram ആണ്. about 20 gram of tobacco. Postmortem finding എന്താണ്? Smell of tobacco, brownish discoloration of the mucosa. Thank you.